യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിൽ വീണ്ടും അനിശ്ചിതത്വം രൂപപ്പെടുകയാണ്. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം നിർത്തുന്നു എന്നാണ് വാർത്ത. സുവിശേഷ പ്രാസംഗികൻ കെ.എ. പോളിനൊപ്പം നിമിഷപ്രിയയും കുടുംബവും ചേർന്നതോടെയാണ് ആക്ഷൻ കൗൺസിലിന്റെ പുതിയ തീരുമാനം വരുന്നത്. കെ.എ. പോൾ നടത്തുന്ന നീക്കങ്ങളെ കേന്ദ്ര സർക്കാർ തള്ളിപ്പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ കുടുംബം കെ.എ. പോളിനൊപ്പം നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എന്നത് വിശദീകരിക്കപ്പെടുകയാണ്. കാന്തപുരവുമായി കൂടിയാലോചിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ കൗൺസിൽ ഭാരവാഹികൾ ധാരണയിൽ എത്തിയിട്ടുണ്ട്. അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് സംഭവിക്കുന്നത്? കാന്തപുരം ഉൾപ്പെടെ പിന്മാറാനുള്ള സാധ്യതയുണ്ടോ? ഈ കെ.എ. പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടതോടു കൂടിയാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം നിർത്താനുള്ള ഒരു ആലോചനയിലേക്ക് പോയിരിക്കുന്നത്. കാരണം ഈ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ട് രൂപീകരിച്ച സംഘടനയാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ. തുടക്കം മുതൽ തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിവരുന്ന സംഘടനയാണ്. പക്ഷേ ഈ സംഘടനയെ അപ്രസക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കെ.എ. പോളിന്റെ പ്രവർത്തനം. അയാൾ അങ്ങനെ പ്രവർത്തനം നടത്തുമ്പോൾ നിമിഷപ്രിയയുടെ കുടുംബവും അയാളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരമൊരു പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടതിന്റെ സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഉണ്ടായി. ഈ ഒരു ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ നിലവിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതില്ല, പ്രവർത്തനം നിർത്താം എന്ന ഒരു ധാരണയിലേക്ക് ഭാരവാഹികൾ എത്തിയിരിക്കുന്നത്. പക്ഷേ അത് അന്തിമ തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഇടപെട്ട ഒരു വ്യക്തിയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹവുമായി കൂടി ആലോചിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. കാന്തപുരം ഇടപെട്ടതിന് ശേഷമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത്. അപ്പോൾ ശ്രീ സുഭാഷ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള കൂട്ടായ പ്രയത്നം നമ്മുടെ നാട്ടിലാകെ നടക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ കാണുന്നത്. ഈ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം നിർത്തുന്നു എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് സംഭവിക്കുന്നത്? നേരത്തെ സ്വാഭാവികമായി നിങ്ങളുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഗ്രൂപ്പിനകത്തും ഇത് സംബന്ധിച്ചുള്ള നിരവധിയായ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിനകത്ത് വരുന്ന ഒരു പ്രധാന അഭിപ്രായം ഇപ്പോൾ സ്വാഭാവികമായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില വ്യക്തികൾ, സംഘടനകളൊക്കെ അതിനകത്ത് ഇടപെടുകയും സർക്കാർ തന്നെ ഈ കെ.എ. പോൾ എന്ന് പറയുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ്, ഒരു സുവിശേഷ പ്രാസംഗിക ഇടപെടുന്നു. അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് 8.3 കോടി രൂപ നൽകണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ പിന്നീട് അത് കേന്ദ്ര സർക്കാർ തന്നെ നിഷേധിച്ചും രംഗത്ത് വരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ നിഷേധക്കുറിപ്പ് വന്നതിന് തൊട്ടടുത്ത ദിവസം അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനത്തിനകത്ത് നിമിഷയുടെ ബന്ധുക്കൾ, ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് വാർത്താ സമ്മേളനത്തിനകത്ത് പങ്കെടുക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ നിഷേധിച്ച അല്ലെങ്കിൽ വ്യാജമാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇവർ തയ്യാറാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും 5 വർഷമായി ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ, നിമിഷയുടെ മോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, നിമിഷയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ സാധിച്ചിരിക്കുന്നു, ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലിന്റെ ഭാഗമായി. പക്ഷേ നിമിഷയുടെ മോചനമാണ് ഇപ്പോൾ ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് ഈ ദിയാദനം നൽകിക്കൊണ്ട്. പക്ഷേ വിവിധ വ്യക്തികൾ